ഇത് ആണ് വാൽമീകിയുടെ ആശ്രമം. ഇത് പുല്ലും കൊണ്ടേ മേയാൻ പാടുള്ളൂ. ഇവിടെയാണ് സീതാദേവി ലഘുശന്മാരെ പ്രസവിച്ച സ്ഥലം. പുൽപ്പള്ളി എന്ന പേര് വരാൻ കാരണം ഇതാണ്, പുല്ലുകൊണ്ട് പേര്. പിന്നെ ഇത് ദേവമന്ദാരമാണ്. 365 ദിവസവും പൂവുണ്ടാവും. ദേവനെയും കുശിനെയും സ്മരിച്ചുകൊണ്ട് 2 പൂവെങ്കിലും ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. താഴെ വാൽമീകി മഹർഷിയുടെ മുനിപ്പാറ തപസ് ചെയ്ത് അവിടെ ഇരുന്നിട്ടാണ് രാമായണം. ഉണ്ട് ഇപ്പോൾ ഇവിടെ ചുറ്റും നിരത്തി വെച്ച് കത്തിക്കുമായിരുന്നു. മഴ പെയ്താലും ഇതിന്റെ വെള്ളം വരത്തില്ല. താഴെ താഴെ പോകും വെള്ളം ഇവിടെ വീഴും. മോനങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം? മക്കളുടെ സ്ഥലമായത്. സീതാദേവിയമ്മ മക്കളുടെ ദിവസത്തിലെ മക്കളുടെ ലവനംകുശന്റെ സ്ഥലമാണിത്. ഇവിടെ ഇവിടെ ജനിച്ചത്. താഴെ അവരമ്മയും മക്കളും എല്ലാം കൂടെ 4 പേരും കൂടെ ഒന്നിച്ചല്ലേ നടക്കുന്നത്. അതിന്റെ ഫോട്ടോ നേരിക്കുന്നു. പ്രസവിച്ച സ്ഥലമല്ലേ അമ്മ, പ്രസവിച്ച കുടിലാണ്. ഇവിടെ വന്ന് അനുവാദം മേടിച്ചാണ് പുൽപ്പള്ളി ദേവസ്വത്തിൽ ഉത്സവം തുടങ്ങുന്നത്. ഇവിടെ നിന്ന് എണ്ണയും തിരിയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് തൊഴുത് ഇവിടുന്ന് അനുവാദം മേടിക്കേണ്ടി എന്നാണ് അവിടെ കുടി കയറുന്നത് ദേവസ്വത്തിൽ. പിന്നെ വീർപ്പയാണ് മേഞ്ഞേക്കുന്നത്. വീർപ്പുല്ല് ആണി നിറയ്ക്കാൻ പാടില്ല, സിമെന്റ് ഇടാൻ പാടില്ല. അതിനകത്ത് ചാണാനും വെള്ളം എന്നാലല്ലേ ശുദ്ധിയാകത്തുള്ളൂ. പ്രസവിച്ച സ്ഥലമല്ലേ അവിടെ. അപ്പം പിന്നെ വാൽമീകി നമ്മൾ രാമായണത്തിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, പിന്നെ സപ്തർഷികൾ വന്നപ്പോൾ അവർ ആക്രമിക്കാൻ പോയി. അപ്പം ഒരു തിരിച്ച് വീട്ടിൽ പോയി ചോദിച്ചു, പാവം ആര് ചെയ്യുമെന്ന് പറഞ്ഞു, ആര് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അപ്പം സ്വയം ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. സപ്തർഷികൾ ആശ്രയിച്ചു. അവർ ഇതിന് ഈ പുറ്റ് കണ്ടോ, ഇതിനകത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതിപ്പോൾ പുറ്റ് മൂടിക്കൊണ്ടിരിക്കാന്നിരിക്കണം. അപ്പോൾ ഈ ഇവിടെ വന്ന് ഇവിടെ തന്നെയാണ് ഇരുന്ന് തപസ് ചെയ്തത് സ്ഥലം. ആ മരം ഈ മരം 2 മരം കണ്ടോ, ആ മരവും ഈ മരം ഇങ്ങനെ പറഞ്ഞു രാമരാമ എന്നായി. തിരിച്ചു വന്നപ്പോഴും പിന്നെ ഇവിടെ സപ്തർഷികൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ പുറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ സ്ഥലം. ഈ പാറ, അതിനകത്തൊരു ഗുഹ, ഈ പുറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ആ മരമുണ്ട്, ഈ മരമുണ്ട്. നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അത് ആല്. ഇത് ഏത് മരം എന്ന് അറിയില്ല. ഈ മരം എന്നാണ് പറഞ്ഞത്.
ഈ മരം എന്ന് പറഞ്ഞു പറഞ്ഞത് ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം, ഇങ്ങനെ പറഞ്ഞത് കുറ്റിതല്ലേ. രത്നാകരൻ വാൽമീകിയായത്. അതെ, രത്നാകരൻ വാൽമീകിയായ സ്ഥലമാണ്. അമ്മ പറഞ്ഞില്ലേ ഇവിടെ വിളക്ക് കൊണ്ട് മോഷണത്തിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടിരുന്നത്, അതേപോലെ കണ്ട ഇവിടെ സ്വതന്ത്രമായിട്ട് എല്ലാം വെച്ചിരിക്കുക, ആരും എടുക്കില്ല. അത് ഇപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ ആദ്യം വന്നപ്പോൾ ജയിൻ എന്നോട് പറഞ്ഞ് അട്ട കടിക്കും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പൊക്കിയൊക്കെ വെച്ചോണ്ടാണ് വന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നു ഈ പഞ്ചായത്തിലെ അട്ടയില്ല. അത് ലോകകൃഷ്ണന്മാര് അട്ട കടിച്ചപ്പോൾ അട്ടേ പാടില്ല ഇങ്ങനെ ഈ ഭാഗത്ത്. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം.
ഭഗവാൻ ഏക രാമ നാം बोलो अयोध्यावासी की शूर हनुमंतन की